വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് അപ്ഡേറ്റ്. ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നിഫ്റ്റി ഇപ്പോൾ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 24,803 എന്നൊരു നിലയിലാണ് നിഫ്റ്റിയിൽ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു നേരിയ പോയിന്റിൻ്റെ ഇടിവ് 20 പോയിന്റിൻ്റെ ഒരു ഇടിവ് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 0.08% ഒരു ഇടിവ് മാത്രമേ ഇപ്പോൾ നിഫ്റ്റി 50-ലുള്ളൂ. ബാങ്കിങ് സൂചികയിലോട്ട് വരുമ്പോൾ 105 പോയിന്റിൻ്റെ ഒരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 55,454 എന്നൊരു നിലയിലാണ് നിലവിൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 0.2% ഒരു നേട്ടം നിലവിൽ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുന്നുണ്ട്. അതായത് മാർക്കറ്റ് മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ മാർക്കറ്റ് ഒരു സമ്മിശ്രമായ രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഈ ഒരു മണിക്കൂറിലും ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സെക്ടേഴ്സ് നോക്കുമ്പോൾ ചില സെക്ടറുകളൊക്കെ പോസിറ്റീവായി ട്രേഡ് ചെയ്യുമ്പോൾ ചില സെക്ടറുകളൊക്കെ ഒരു ഇടിവ് എന്ന രീതിയിൽ തന്നെയാണ്, ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് ആ ഒരു കഴിഞ്ഞ ഒരു ആദ്യ സെഷൻ്റെ പകുതിയിൽ ഉണ്ടായിരുന്ന ഒരു റെസ്പോൺസ് തന്നെയാണ് ഈ ഒരു സെക്കൻഡ് സെഷൻ ഒരു മണിക്കൂർ കഴിയുമ്പോഴും ഇപ്പോൾ മാർക്കറ്റ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു NSEയിലെ ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ നമുക്ക് 2,755 ഓഹരികൾ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിൽ ഒരു ആദ്യത്തെ സെഷനേക്കാളും അല്പം കൂടി കുറച്ച് ഓഹരികൾ ഇപ്പോൾ ഒരു നേട്ടം രേഖപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 1,540ഓളം ഓഹരികൾ നിലവിൽ ഇപ്പോൾ നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. 1,143 ഓഹരികളാണ് ഇന്നിപ്പോൾ മാർക്കറ്റിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അപ്പർ സർക്യൂട്ട് നോക്കുമ്പോൾ 72 എന്നൊരു നിലയിലേക്ക് ഒരു ഉയർച്ച ഇപ്പോൾ രേഖപ്പെടുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് 72 ഓഹരികളാണ് ഇപ്പോൾ അപ്പർ സർക്യൂട്ടിലും 17 ഓഹരികൾ ലോവർ സർക്യൂട്ട് ടച്ച് ചെയ്തുകൊണ്ടാണ് ഇന്ന് മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പോഴത്തെ ഒരു അഡ്വാൻസ് ഡിക്ലെയർ റേഷ്യോ നോക്കാം. നിലവിൽ നമ്മൾ നോക്കുമ്പോൾ 19 ഓഹരികളിലാണ് ഇന്ന് മാർക്കറ്റിൽ നമുക്കൊരു നേട്ടം കാണാൻ സാധിക്കുന്നത്. അതായത് നിഫ്റ്റിയിൽ നോക്കുമ്പോൾ BLന്റെ ഓഹരി 1.6% ഒരു നേട്ടം നിലവിൽ രേഖപ്പെടുന്നുണ്ട്. കൂടാതെ HDFC ലൈഫ്, ഭാരതി എയർടെൽ, ബജാജ് ഫിനാൻസ് തുടങ്ങിയ ഓഹരിയിലൊക്കെ 1% മുകളിൽ നിൽക്കുന്ന ഒരു നേട്ടമാണ് ഇന്ന് രേഖപ്പെടുന്നത്. ജിയോ ഫിൻ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 0.69% ഒരു നേട്ടമാണ് കാണുന്നത്. അദാനി പോർട്സ്, ICICI ബാങ്ക്, ഇൻഫോസിസ്, ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഫിൻസർവ് തുടങ്ങിയ ഓഹരികളൊക്കെയാണ് മറ്റ് 0.5% മുകളിൽ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഇനി ഇന്നത്തെ ഒരു ഇടിവിലുള്ള ഓഹരികൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് FMCGയിൽ നിന്നുള്ള 2 സ്റ്റോക്കുകൾ പ്രധാനമായി ഇന്നൊരു ആദ്യത്തെ ഒരു 5 ഇടിവ് രേഖപ്പെടുത്തുന്ന സ്റ്റോക്ക് ലിസ്റ്റിൽ എത്തിയിട്ടുണ്ട്. നെസ്ലെൻ്റെയാണ് ഏറ്റവും കൂടുതൽ ഒരു ഇടിവ് ഇന്ന് രേഖപ്പെടുത്തുന്നത്. നിലവിൽ ഇന്ന് നോക്കുമ്പോൾ 1.67% ഒരു ഇടിവാണ് നെസ്ലെ ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്നത്. കൂടാതെ നെസ്ലെ ഇന്ത്യക്ക് പുറമെ ITCയും ഇന്ന് ഒരു FMCGയിൽ നിന്ന് ഇടിവ് രേഖപ്പെടുന്നുണ്ട്. 1.3% ഒരു ഇടിവ്. ഇനി മറ്റ് സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ബജാജ് ഓട്ടോ, അതുപോലെ അപ്പോളോ ഹോസ്പിറ്റൽ, ടാറ്റ കൺസ്യൂമേഴ്സ്, ഹിൻഡൽകോ തുടങ്ങിയ ഓഹരികളൊക്കെയാണ് ഇന്ന് മാർക്കറ്റിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് നിലവിൽ ഇപ്പോൾ ഒരു ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നിഫ്റ്റി ബാങ്കിങ് സൂചികയിലോട്ട് പോകാം. ബാങ്കിങ് സൂചികയിലോട്ട് പോകുമ്പോൾ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാനറ ബാങ്ക് 1.73% ഒരു നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ICICI ബാങ്ക്, AU ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, IDFC ഫസ്റ്റ് ബാങ്ക് തുടങ്ങിയ ഓഹരികളാണ് ഇന്ന് മാർക്കറ്റിലൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് നിലവിൽ ഇപ്പോൾ ഒരു ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇടിവിലോട്ട് വരുമ്പോൾ ഇന്ന് ഇൻഡസ്ഇൻഡ് ബാങ്ക്, കൂടാതെ ഫെഡറൽ ബാങ്ക്, കോട്ടക് ബാങ്ക്, കൂടാതെ HDFC ബാങ്ക്, ഇത്തരം ഓഹരികളിലാണ് ഇന്ന് നമുക്കൊരു ഇടിവ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഇടിവ് ഈ ഒരു ബാങ്കിങ് ഓഹരികൾ ഉണ്ടെങ്കിൽ തന്നെ 1% മുകളിലേക്കൊക്കെ ഒരു ഇടിവ് ഇന്ന് ബാങ്കിങ് സൂചികയിലെ ഒരു സ്റ്റോക്കും ഇപ്പോൾ നിലവിൽ രേഖപ്പെടുത്തുന്നില്ല. ഇനി നമുക്ക് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ബ്രോഡർ മാർക്കറ്റ് ഇൻഡേഴ്സസ് കൂടി നോക്കാം. ബ്രോഡ് മാർക്കറ്റിലോട്ട് പോകുമ്പോൾ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി 100 ഇപ്പോൾ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് കാഴ്ചവെക്കുന്നത്. കൂടാതെ നിഫ്റ്റി നെക്സ്റ്റ് 50ലും ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടാണ്. ബാക്കി ഈ ഒരു ബ്രോഡ് മാർക്കറ്റ് ഇൻഡേഴ്സസ് നോക്കുമ്പോൾ എല്ലാ ഇൻഡേഴ്സസുകളും ഇന്നൊരു നേട്ടം രേഖപ്പെടുന്നുണ്ട്. എസ്പെഷ്യലി സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് 100, സ്മോൾ ക്യാപ്പ് 50, 200 തുടങ്ങിയ സൂചിയൊക്കെ 0.5% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുന്നുണ്ട്. മിഡ് ക്യാപ്പ് നോക്കുമ്പോൾ 0.5% താഴെയെങ്കിലും ഒരു നേട്ടത്തിൽ തന്നെയാണ് മിഡ് ക്യാപ്പ് 50, മിഡ് ക്യാപ്പ് 100 ഒക്കെ നിലവിൽ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. സെക്ടറൽ ഇൻഡെക്സിലോട്ട് വരുമ്പോൾ ഇന്ന് FMCG ആ ഒരു ഇടിവ്, അതായത് 1% മുകളിൽ ഉണ്ടായിരുന്ന ഒരു ഇടിവ്, ആദ്യ ഒരു സെഷനിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇടിവ് നിലനിർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. ഏതായാലും FMCGയിൽ മാത്രമേ നമുക്കിന്നൊരു 1 അല്ലെങ്കിൽ 1% മുകളിൽ നിൽക്കുന്ന ഒരു ഇടിവിന് FMCGയിൽ മാത്രമേ നിലവിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ ഇടിവിലുള്ള മറ്റ് സൂചികൾ നോക്കുമ്പോൾ ഓട്ടോ സൂചിക 0.5% താഴെയുള്ള ഒരു ഇടിവ് രേഖപ്പെടുന്നുണ്ട്. മെറ്റൽ, ഫാർമ, ഹെൽത്ത് കെയർ, കൺസ്യൂമർ ഡ്യൂറബിൾസ് ഇത്തരം ഇൻഡെക്സ് ഒക്കെ ഇന്ന് ഒരു ഇടിവാണ് രേഖപ്പെടുന്നത്. നേട്ടത്തിലോട്ട് വരുമ്പോൾ ഇന്ന് ഒരു സൂചികയും ഇന്ന് വലിയ രീതിയിൽ അല്ലെങ്കിൽ 1% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്താൻ ഇന്ന് ഒരു സെക്ടറിനും സാധിച്ചിട്ടില്ല. ആകെ IT സെക്ടർ, മീഡിയ, ബാങ്ക്, എനർജി, കൂടാതെ PSU ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സൂചികയിലൊക്കെയാണ് ഒരു നേട്ടം കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സൂചികയിലൊക്കെ തന്നെ നേട്ടം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1% താഴെയുള്ളൊരു നേട്ടം മാത്രമേ നിലവിലത്തെ ഒരു മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഇനി ചില സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അനലിസ്റ്റ് റെക്കമെൻഡേഷനിലോട്ട് പോകാം. ആദ്യം നമുക്കൊരു സ്റ്റോക്ക് ഒരു റെക്കമെൻഡേഷൻ
ഉള്ളതായിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 2 സ്റ്റോക്കുകൾ ആദ്യം ഒന്നുകൂടി പറയാം. അതായത് ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസും അബാർ ഇൻഡസ്ട്രീസുമായിരുന്നു നമ്മൾ കഴിഞ്ഞ ഒരു മാർക്കറ്റ് അപ്ഡേറ്റിൽ ഷെയർ ചെയ്തത്. ഇപ്പോഴൊരു പുതിയ 2 സ്റ്റോക്കുകൾ നമുക്ക് പറയാനുള്ള ഒരു ഷോർട്ട് ടൈം ബൈയിങ് പൊസിഷനിൽ പറയാനുള്ളത്. ഒന്ന് ഗെയിലാണ്. ഗെയിൽ നോക്കുമ്പോൾ 193 ഒരു കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിന് മിസ്റ്റർ ഓജയാണ് ഒരു ഹോൾഡ് പൊസിഷനാണ് അതേ അനലിസ്റ്റ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു റെക്കമെൻഡേഷൻ പ്രകാരം സ്റ്റോക്കിന് അദ്ദേഹം കാണുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒരു നിയർ ടൈം അപ്സൈഡ് ആയിട്ട് പറയുന്നത് ഏകദേശം 220 എന്നൊരു ലെവലൊക്കെ ഒരു സ്റ്റോക്കിൻ്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു റെക്കമെൻഡേഷൻ. മാത്രമല്ല ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് നോക്കുമ്പോൾ ഏകദേശം 187 അല്ലെങ്കിൽ 186 ഒക്കെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് പ്രൈസ് ആയിട്ട് പരിഗണിക്കാമെന്നുള്ളതാണ് സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നത്. ഏതായാലും സ്റ്റോക്കിനെ കുറിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ആ ഒരു റിവേഴ്സൽ ആയിട്ടുള്ള ഒരു സ്ലോയിൽ ഒരു റിവേഴ്സൽ എടുത്തുകൊണ്ട് ഒരു അപ്സൈഡ് പോകാനുള്ള ഒരു സാധ്യതയാണ് അദ്ദേഹം കാണുന്നത്. മറ്റൊരു സ്റ്റോക്ക് അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ ഉള്ളത് സ്റ്റാൻഡേർഡ് ഗ്ലാസ് ലൈനിങ് ആണ്. നിലവിൽ 178 എന്നുള്ളൊരു പ്രൈസാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കാണുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ 168 ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് പരിഗണിക്കാമെന്നാണ് പറയുന്നത്. മാത്രമല്ല സ്റ്റോക്കിൻ്റെ ഒരു ഫർദർ ആയിട്ടുള്ള ഒരു അപ്സൈഡ് ഉടനെ തന്നെ ഉണ്ടാകാം എന്നുള്ളൊരു വിലയിരുത്തലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഇനിയുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സുസ്ലോൺ എനർജിയാണ്. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 65 എന്നുള്ള രീതിയിലുള്ള ഒരു കറൻറ്റ് മാർക്കറ്റാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നത് ഒന്നെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു നിമിഷം ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ പരിഗണിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു റെക്കമെൻഡേഷനാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഏതായാലും ഒരു ഷോർട്ട് ടൈമിൽ 68 എന്നുള്ളൊരു ലെവല് നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് ആകാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഒരു സ്റ്റോക്കിൻ്റെ റെക്കമെൻഡേഷനായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഏതായാലും മാർക്കറ്റ് നോക്കുമ്പോൾ ഈ ഒരു നിമിഷവും സമ്മിശ്രമായി തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.